അങ്ങനെ കരമനയാറിലെ കുളിയും കഴിഞ്ഞ് വീട്ടിൽ വന്ന് നല്ല സോപ്പ് തേച്ചിട്ട് കുളിച്ച് കഴിഞ്ഞ് മാറ്റിയിട്ടാ. ഇനി രാത്രിത്തെ ഫുഡ് ചിക്കൻ കറി ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഞങ്ങൾ. ആണുങ്ങളൊക്കെ അവിടെ ക്രിക്കറ്റ് കാണുകയാണ്. കുഞ്ഞി പടകളൊക്കെ അവിടെ കൊലായിലിരുന്നിട്ട് പാട്ട് പാടുന്നു, എന്തൊക്കെയോ കളിക്കുന്നു. രാത്രിയല്ലേ, എല്ലാവരും നല്ല ആഘോഷത്തിലാണ്. അപ്പം അവരെ സെറ്റ് അവിടെ വേറെ കളിക്കുന്നുണ്ട്. അയാൻ ഇവിടെ ഒരു പഴയൊരു ടൈപ്പ് റൈറ്റർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് വർക്കിംഗ് എന്നുള്ള പരിപാടി നോക്കുകയാണ്. അതിന് കൂട്ടായിട്ട് ധ്രുവുണ്ട്. അപ്പം ഇത് ഇങ്ങനെയാണ് വെക്കാമെന്നും പറഞ്ഞിട്ട് ന്യൂസ് പേപ്പറൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ച് അവൻ ടൈപ്പ് ചെയ്ത് കാണിച്ചു തരികയാണ് ഓരോരോ ലെറ്റർ. അതിൽ ചില കീ ഒന്നും വർക്ക് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ ടൈപ്പ് റൈറ്ററൊക്കെ പണ്ട് കാലത്ത് ഉപയോഗിച്ച് ഓരോരുത്തരും ഉണ്ടാവും. പക്ഷെ ഇപ്പോൾ ഇതൊന്നും കാണാൻ കിട്ടില്ലല്ലോ. ഇവിടെ തോമസ് ഏട്ടൻ ഇതൊരു കൗതുകം തോന്നിയിട്ട് എടുത്ത് വാങ്ങിച്ചു വെച്ചതാണ്. ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇനി കിട്ടൂലല്ലോ. അങ്ങനെ അത് മഷിയൊന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് വെറുതെ ഒന്ന് കളിക്കുകയാണ് അവൻ. അങ്ങനെ ടൈപ്പ് ചെയ്യണം ഓരോരോ ലെറ്റർ വെച്ചിട്ട്. അപ്പോൾ ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് പറഞ്ഞു തരികയാണ്. ഇവിടെയൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ മഷി ഉണ്ടെങ്കിൽ അവിടെ വരും എന്ന് പറഞ്ഞിട്ട്, ലെറ്റർ വരും എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ പിന്നെ കുഞ്ഞിപ്പടകൾ ഇവിടെ ഓരോ കട്ടകളൊക്കെ ഒതുക്കി ഹൈറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് വലിക്കുന്ന ടൈപ്പ് ഗെയിമില്ലേ, അത് കളിക്കുകയാണ്. അത് മറ്റേ വലിയ ടീംസ് അത് അവിടെ യൂണോ കളിക്കുകയാണ്. അങ്ങനെ ബാക്കിയുള്ള ടീംസ് അങ്ങനെ ഓരോരോ ടീമായിട്ടാണ് ഈ കളി നടക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവർക്കും ഫുഡ് കൊടുക്കുക കേട്ടോ. പൊറോട്ട ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, ഉച്ചക്കത്തെ ബിരിയാണി ഉണ്ട്. അപ്പോൾ അതെല്ലാം കൊടുത്തിട്ട് മക്കൾക്ക് ഫുഡൊക്കെ കൊടുത്ത് സെറ്റായി. ഇനി ഞങ്ങൾ കിടക്കുന്ന പരിപാടിയാണ്. അപ്പം ഹാളിൽ നീളത്തിൽ അങ്ങോട്ട് വിരിച്ചു കേട്ടോ എല്ലാവർക്കും കിടക്കാൻ. ഞങ്ങളെല്ലാവരും ഇവിടെ ഹാളിലാണ് കിടന്നത് കേട്ടോ. മക്കൾ ഓരോരോ റൂമിലായിട്ട്, കുഞ്ഞു പടകൾ ഒരു സെറ്റ് ഒരു റൂമിൽ, വലിയ പടകളൊക്കെ മുകളിൽ, അങ്ങനെയായിട്ട് കിടക്കുക കേട്ടോ. ഇനി ഞങ്ങളൊക്കെ കിടന്നു. അയാൻ എൻ്റെ അടുത്തുള്ള സോഫയിലാണ് കിടക്കുന്നത്. അങ്ങനെ രാവിലെയായി, എല്ലാവരും തലയൊക്കെ ചൊറിഞ്ഞ് എണീറ്റ് വന്നു. ഇനി രാവിലത്തെ ഫുഡിൻ്റെ പരിപാടിയൊക്കെ നോക്കണം. അപ്പം അതിൻ്റെ പരിപാടിയാണ് ഞങ്ങളിവിടെ അടുക്കളയിൽ. അപ്പോൾ ഫുഡ് അപ്പവും പിന്നെ ഇന്നലത്തെ ചിക്കൻ കറിയില്ലേ, അപ്പമല്ല ഇടിയപ്പം കേട്ടോ, അതും ചിക്കൻ കറിയാണ്. അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വേഗം ഡ്രസ്സൊക്കെ മാറി നമുക്ക് വീട്ടിലേക്ക് പോകണ്ടേ. അപ്പോൾ 2 ദിവസം അങ്ങനെ അവിടെ അടിച്ചു പൊളിച്ചു. ഞങ്ങൾ നേരെ തിരിച്ചു വീട്ടിലേക്ക്. അപ്പോൾ അത്രയേ ഉള്ളൂ ഞങ്ങൾ വെക്കേഷനിൽ വട്ടിയൂർക്കാവിലെ വിശേഷങ്ങൾ. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഉണ്ട്, നിങ്ങൾ ഒന്ന് പോയി കണ്ടു നോക്കണം കേട്ടോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.